Hi students, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് പീപ്പിൾ ഓൺ ദ ഇവൻറ്റ് ടീം അല്ലെങ്കിൽ ഇവൻറ്റ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ആൾക്കാർ അതിനകത്ത് വരുന്നുണ്ട്. ആരൊക്കെയായിരുന്നു? ദ ലോജിസ്റ്റിക് കോർഡിനേറ്റർ, ടൈം കീപ്പർ, ദെൻ റെഫറി, ദെൻ അഡ്മിനിസ്ട്രേറ്റർ, മീഡിയ കോർഡിനേറ്റർ, പബ്ലിക് റിലേഷൻ അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും, ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പർ ഈ ഒരു ഇവൻറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്യുപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള അഡ്വൈസസ് ആണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രോസസ്സിൽ കൊടുക്കേണ്ടത്. അതൊക്കെയായിരുന്നു നമ്മൾ ചാപ്റ്റർ നമ്പർ 12 ദ പീപ്പിൾ ഓൺ ദി ഇവൻറ്റ്സ് ലൈക്ക് ദ ഇവൻറ്റ് സ്റ്റാഫിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ 13th ചാപ്റ്റർ, ദാറ്റ് ഈസ് പീപ്പിൾ ഓൺ ദ ഇവൻറ്റ് ഓഡിയൻസ്, പാർട്ടിസിപ്പൻസ്, സപ്ലയേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ്. അപ്പോൾ പീപ്പിൾ ഓൺ ദ ഇവൻറ്റ് ടീം എന്ന് പറയുമ്പോൾ എന്താ, ആ ഇവൻറ്റ് നടത്തുന്ന ആൾക്കാരെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ. എന്നാൽ ഇത് ഈ ഇവൻറ്റ് കാരണം അല്ലെങ്കിൽ ഇവൻറ്റ് കാരണം എഫക്റ്റ് ആവുന്ന ആൾക്കാരും അതിനെ സപ്പോർട്ടായി നിൽക്കുന്ന ആൾക്കാരും, ഓഡിയൻസും പാർട്ടിസിപ്പൻസൊക്കെ അവർക്ക് ഇതിനകത്തൊരു ചാൻസ് കിട്ടുകയാണ്. അതേപോലെ സപ്ലയേഴ്സും സ്പോൺസേഴ്സിനും എല്ലാം ഇവരുടെ ഹെൽപ്പോടുകൂടിയാണ് ആ ഇവൻറ്റ് നടക്കുന്നത്, അല്ലേ? മറ്റേവരെ മാനേജ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് ടു നോ അബൌട്ട് ദ പീപ്പിൾ ഫോർ ഹൂം ദ ഇവൻറ്റ് ഇസ് ഡിസൈൻഡ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവൻറ്റ് നടത്തിയിരിക്കുന്നത് അതിനെപ്പറ്റി പഠിക്കാൻ, അത് ആരൊക്കെയാണെന്ന് അറിയാൻ. ദെൻ ടു ഡിസ്കസ് ഹൗ ഓഡിയൻസ് ആർ ലൊക്കേറ്റഡ് ഫോർ ഇവൻറ്റ്സ്, ഹൗ വി വിൽ ഐഡൻറ്റിഫൈ ദോസ് ഓഡിയൻസ് ഫോർ participating in the event, then to study how the participants are identified at events, എങ്ങനെ നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, and to know about in detail about the event sponsors, to know about the suppliers, entertainers and other contractors. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. So first one is the event audience. Event audience എന്ന് പറഞ്ഞാൽ ആരാ? The people for whom the event is organized. ഈ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ, they are called the event audience. And it is the audience who determine the success of the event. ഇപ്പോൾ ഓഡിയൻസിന് ആ ഇവൻറ്റ് ഇഷ്ടപ്പെടുകയാണ്, if they are happy with what happens, then that event is successful. ഇവൻറ്റ് ടീമല്ല പറയേണ്ടത് ഇവൻറ്റ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന്. If the audience is satisfied, if they are happy with that event, the event is successful. Okay, so before taking the final decision regarding any of the event aspects, the needs and expectation of all the audience or all the participants must be taken into consideration. അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഓഡിയൻസിനാണ്. ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണോ അത് മീറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ ഓരോരുത്തരും ഇവൻറ്റിനെ ഓർഗനൈസ് ചെയ്യുന്നത്. സോ എവറി ഡിസിഷൻ റിക്വയർസ് എ ഡ്യൂ കൺസിഡറേഷൻ ടു ദ audience. So, the local, national and international participation can describe the accessibility and the attractiveness of event. ചില ഇവൻറ്റിൽ ഉണ്ടാവും ചിലപ്പോൾ ലോക്കൽ ബോഡീസ്, ലോക്കൽ ആൾക്കാർ മാത്രമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെയും കൂടി ഇൻവൈറ്റ് ചെയ്യും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അക്സെപ്റ്റബിലിറ്റി ആൻഡ് വാട്ട് ഈസ് അട്രാക്റ്റീവ്നെസ് ഓഫ് ദ ഇവൻറ്റ്. ഓക്കെ, സോ വേരിയസ് ഇവൻറ്റ്സ് ആർ കൺട്രാക്റ്റഡ് ഓൾ ഓവർ ദ വേൾഡ്, അല്ലേ? പല ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഷോ, കിസാൻ മേള, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇവൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും അവാർഡ് ഷോ, ക്രിക്കറ്റ് മാച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിംസ്, ഇതെല്ലാം നടക്കുന്നത് എല്ലാം ഒരു ഇവൻ്റാണ്. സോ ഇൻ ഓൾ ദിസ് വി ആർ ഗിവിങ് ദ റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇവൻറ്റ് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ചെറിയ രീതിയിലുള്ള ഒരു റീസണബിൾ പ്രൈസിലായിരിക്കും, അല്ലേ? So these people come to attend these events as quality products are available at reasonable prices. ഇങ്ങനെയുള്ള കിസാൻ അല്ലെങ്കിൽ ഏതാണ് കൃഷിമേള അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചർ ഷോ, ഇതെല്ലാം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ റീസണബിൾ പ്രൈസിലായിരിക്കും ഗുഡ്സ് കിട്ടുക. അതിന് വേണ്ടിയിട്ടായിരിക്കും കസ്റ്റമേഴ്സ് റീച്ച് ചെയ്യുക. സോ സച്ച് ഇവൻറ്റ്സ് വിൽ ഹാവ് ദ റൂറൽ പീപ്പിൾ ടു സെൽ ദ മെർച്ചൻഡൈസ്. അപ്പോൾ റൂറൽ പീപ്പിളിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെയൊക്കെയാണ്, ഏതൊക്കെ ഓഡിയൻസ് ഏതെല്ലാം ഇവൻറ്റിൽ വരുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. സെമിനാറും കോൺഫറൻസും ഇതെല്ലാം നമ്മൾ ഓഡിയൻസ് ആയിട്ട് വരുത്തുന്ന ആരെയായിരിക്കും? ഡെലിഗേറ്റ്സിനെ ആയിരിക്കും. സെമിനാർസും കോൺഫറൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഹയർ ഒഫീഷ്യൽസിനെ ആയിരിക്കും. ദെൻ ബിസിനസ് ഇവൻറ്റ്സ് ആണെങ്കിൽ ബിസിനസ് ഹൗസസിനെ, അതുപോലെ ബിസിനസ് പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആയിരിക്കും നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ മീറ്റിംഗ്സ് ഫോർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദി സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് വിൽ ബി ഫോർ ദ സ്പോർട്ട് ലവേഴ്സ്, അല്ലേ? ഒരു ക്രിക്കറ്റ് നടത്തുക, ഫുട്ബോൾ മാച്ച് നടത്തുന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഓഡിയൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ആരെയായിരിക്കും? സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. സോ ദാറ്റ് ഈസ് ദ സ്പോർട്സ് ലവേഴ്സ്. സോ ഫോർ ഈച്ച് ഇവൻറ്റ് ഹൂ വിൽ ബി ദ ഓഡിയൻസ് ആസ് പെർ അവർ എക്സ്പെക്റ്റേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് ലൊക്കേറ്റിംഗ് ദ ഇവൻറ്റ് ഓഡിയൻസ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസിലേക്ക് ആ ഇവൻറ്റിനെ എത്തിച്ചു കൊടുക്കുക, ഓ ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദിസ് ഓഡിയൻസ്. സോ ഇറ്റ് ഈസ് ത്രൂ ദ പ്രമോഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു രീതി, അല്ലേ? നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ത്രൂ ദ ബ്രോഷേഴ്സ് ആൻഡ് ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ബ്രോഷേഴ്സ്, പോസ്റ്റേഴ്സ്, ദെൻ ഇൻ്റർനെറ്റ് പ്രൊമോഷൻ, പ്രസ് റിലീസസ്, സ്കൈ റൈറ്റിംഗ്, ഇതെല്ലാം ഉപയോഗിച്ച് ബലൂൺസും ക്രൗഡ്
പ്ലഷേഴ്സും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളെന്താ നമ്മുടെ ഓഡിയൻസിനെ ലൊക്കേറ്റ് ചെയ്യാറുള്ളത്. ദി ക്രൗഡ് പ്ലഷേഴ്സ് എന്ന് വെച്ചാൽ പീപ്പിൾ ബലൂൺസ് വിത്ത് മൂവിങ് ആംസ്, അങ്ങനെയുള്ളത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ബലൂൺസിൽ നമ്മുടെ ഇവൻറ്റിൻ്റെ പേരെല്ലാം എഴുതിയിട്ട് നമ്മൾ പറത്തി വിടുന്നുണ്ടാവും. സോ ഓൾ ദീസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊമോഷൻ ആക്ടിവിറ്റി വിച്ച് ക്യാൻ അട്രാക്ട് ഓർ ലൊക്കേറ്റ് ദ ഓഡിയൻസ് ഫോർ അവർ ഇവൻറ്റ്. So this is one of the communication week. That is promotion as telling the prospective audience about the detail or the event details through a communication. So they will be persuaded to attend this event. So the principal media used, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് മീഡിയാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് പ്രിൻറ്റ് മീഡിയാസ് ലൈക്ക് ദ ന്യൂസ് പേപ്പർ, മാഗസീൻ ആൻഡ് ജേർണൽസ്. അപ്പം ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ വലിയൊരു ആൾക്കാരിലേക്ക്, ജനറൽ പബ്ലിക്കിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടായിരിക്കും. ബിക്കോസ് ന്യൂസ് പേപ്പേഴ്സ് ആർ ചീപ്പ്. So the people will buy, and so the promotion will be very fast, and also quick response will be received. Then through the magazines and journals, weekly publish ചെയ്യുന്നത് അല്ലെങ്കിൽ മന്ത്ലി ക്വാർട്ടർലി ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന മാഗസീൻസും ജേർണൽസും ഉണ്ട്. സോ ദ പീപ്പിൾ വിൽ സിറ്റ് ഐഡ്ലി ആൻഡ് റീഡ് ദിസ് ഡ്യൂറിങ് ദ ലെഷർ ടൈം. അപ്പോൾ ആ ലെഷർ ടൈമിൽ അവർ വായിക്കുമ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു പ്രമോഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവൻറ്റിനെ പറ്റി അറിയുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏത് ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എത്തേണ്ടത്, ചിലപ്പോൾ ഒരു ഇവൻറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇവൻ്റാണ് നടത്തുന്നത്, സമ്മർ ക്യാമ്പാണ് നടത്തുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി പബ്ലിഷ് ഇൻ ചിൽഡ്രൻസ് മാഗസീൻ. ചിൽഡ്രൻസ് വാങ്ങുന്ന അല്ലെങ്കിൽ അവർ വായിക്കാൻ പോകുന്ന മാഗസീൻസിൽ ലൈക്ക് ബാലരമ അങ്ങനെയുള്ള മാഗസീൻസിലൊക്കെ ആയിരിക്കും അവർ പബ്ലിഷ് ചെയ്യുക. ദെൻ ദ തിങ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ വിമൻ ഇറ്റ് വിൽ ബി പബ്ലിഷ് ഇൻ വിമൻ മാഗസീൻസ്. നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വനിത പോലെയുള്ള അല്ലെങ്കിൽ മനോരമ അതുപോലെയുള്ള മാഗസീൻസിലായിരിക്കും അവർ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്താൻ പോകുക. സോ ഇറ്റ് വിൽ ബി പബ്ലിഷ് ത്രൂ സച്ച് എ മാഗസീൻസ്. സോ ദിസ് വിൽ ബി ഹാവിങ് എ ലോങ് ലൈഫ്. നമുക്കറിയാം ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് അത് നമുക്ക് വാല്യൂലെസ് ആവുന്നു, നമ്മളത് വിൽക്കുകയാണ് മിക്കവാറും ചെയ്യുക. പക്ഷേ മാഗസീൻസ് അങ്ങനെയല്ല, അത് കുറച്ചും കൂടെ ലോങ് ലൈഫ് ഉള്ളതാണ്, പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും. ന്യൂസ് പേപ്പേഴ്സ് ആർ ചീപ്പ് ബട്ട് ദേ ആർ ഷോർട്ട് ലീഡ്, വൈൽ ദ മാഗസീൻസ് ആർ ലോങ് ലീഡ് ബട്ട് ദേ ആർ കോസ്റ്റ്ലി. ദെൻ അനദർ വേ ഈസ് ത്രൂ റേഡിയോ. റേഡിയോയിലൂടെ നമ്മൾ മൗത്ത് ടു മൗത്ത് അഡ്വർടൈസിങ് ചെയ്യും, പ്രൊമോഷൻ ചെയ്യാം. ദെൻ ത്രൂ ടെലിവിഷൻ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള നമ്മൾ പ്രൊമോഷൻ കൊടുക്കും. ദെൻ ത്രൂ ഡയറക്റ്റ് മെയിൽസ്, നമ്മൾ എന്തെങ്കിലും കാർഡ് അയച്ച് സർക്കുലർ, ഫോൾഡേഴ്സ്, ലീഫ്ലെറ്റ്സ്, കാറ്റലോഗ്, ബുക്ക്ലെറ്റ്സ്, ബ്രോഷേഴ്സ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇവൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ത്രൂ ദ ഡയറക്റ്റ് മെയിൽ. വി വിൽ സെൻഡ് ദാറ്റ് മെയിൽ ടു ദ പേഴ്സൺ ഓർ ദ പൊട്ടൻഷ്യൽ ഓഡിയൻസ് ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഡയറക്ട്ലി ബൈ ദ ഇവൻറ്റ് സ്റ്റാഫ് ആയിരിക്കും ഇങ്ങനെയുള്ള കാർഡ്സും സർക്കുലറും ഒക്കെ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. ദെൻ ഔട്ട്ഡോർ പ്രൊമോഷൻസ് നടത്തുക. ഔട്ട്ഡോർ പ്രൊമോഷൻസ് പറയുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഇൻഡോറാണ്, നമ്മൾ ഉള്ളിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇത് പുറമേ കാണിക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസസിൽ നമ്മൾ വെക്കുന്ന പരസ്യങ്ങളെയൊക്കെ നമുക്ക് ഔട്ട്ഡോർ എന്ന് പറയാം. റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ. അപ്പോൾ കൂടുതലും ആൾക്കാർ റീച്ച് ചെയ്യാൻ, ഒരു 97% ആൾക്കാരിലേക്ക് റീച്ച് ചെയ്ത് ഇതുപോലുള്ള ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും. ബിക്കോസ് പീപ്പിൾ ആർ ഓൾവേസ് ട്രാവലിംഗ് അല്ലേ, പീപ്പിൾ ഇങ്ങനെ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിൽ കാണുന്നു. അങ്ങനെ 97% ഓഫ് കവറേജ് കിട്ടുന്ന ഔട്ട്ഡോർ പ്രൊമോഷനാണ്. ഔട്ട്ഡോർ പ്രൊമോഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? പോസ്റ്റേഴ്സ് ഉപയോഗിച്ച്, ദെൻ പെയിൻറ്റഡ് ഡിസ്പ്ലേസ്, ഇലക്ട്രിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, ദെൻ ട്രാവലിംഗ് ഡിസ്പ്ലേസ്, സ്കൈ റൈറ്റിംഗ്, സാൻഡ്വിച്ച്മെൻ, ഇങ്ങനെയുള്ള പലതും ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്നാ ഔട്ട്ഡോർ പ്രൊമോഷൻ ചെയ്യുന്നത്. സാൻഡ്വിച്ച്മെൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബിക്കോസ് ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണാറുണ്ട്, നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി ക്ലോൺസിൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു ബർഗറിൻ്റെ ഷേപ്പിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ദേ വിൽ ബി ഡ്രസ്ഡ് ഇൻ സം അതർ കോസ്റ്റ്യൂം ആൻഡ് ദേ വിൽ അഡ്വർടൈസ് അബൌട്ട് ദറ്റ് ഇവൻറ്റിനെ പറ്റി പറയുന്ന അങ്ങനെയുള്ളവരായിരിക്കും. സോ വി വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ആൻഡ് വി വിൽ ഹിയർ ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ളതിന് സാൻഡ്വിച്ച്മെൻ എന്ന് പറയും. ഇതെല്ലാം ഒരു ഔട്ട്ഡോർ ഫോംസ് ഓഫ് പ്രൊമോഷനാണ്. ആൻഡ് ദിസ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, ഇവൻറ്റ് പ്രൊമോഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്, ലൊക്കേറ്റിംഗ് ദ ഓഡിയൻസിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ ഇസ് ഐഡൻറ്റിഫൈയിങ് ദ പാർട്ടിസിപ്പൻറ്റ്. ഇതിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക ഇവരെയൊക്കെ ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അറിയിച്ചു. ഇനി നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഹൂ വിൽ ബി ദ പാർട്ടിസിപ്പൻസ്? ദാറ്റ് ഇസ് ഐഡൻറ്റിഫൈയിങ് ദ പാർട്ടിസിപ്പൻസ്. ദ ഓർഗനൈസ് വിൽ ഫോക്കസ് ഓൺ ദ പൊട്ടൻഷ്യൽ പാർട്ടിസിപ്പൻറ്റ് ഹൂ മേ അറ്റൻഡ് ദ ഇവൻറ്റ്. എല്ലാവരിലേക്കും നമ്മൾ കാര്യങ്ങൾ അറിയിക്കും അല്ലേ. ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തണമെങ്കിൽ വനിത വായിക്കുന്ന എല്ലാവരും അത് കാണും. പക്ഷേ വി കാൺ സേ ദാറ്റ് എവറിബഡി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ബ്യൂട്ടി കോൺടെസ്റ്റ് അല്ലേ. അത് പലവരുടെയും ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും. സോ ദാറ്റ് ടു ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ത്രൂ സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാർട്ടിസിപ്പൻസിനെ പല പല ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും. അവരുടെ ഇൻകം വെച്ച്, ഏജ് വെച്ച്, സെക്സ് വെച്ച്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അങ്ങനെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ചിലപ്പോൾ വനിത വായിക്കുന്ന പല ആൾക്കാരുണ്ടാവും, പല റേഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും. സ്റ്റുഡൻസ് ഉണ്ടാവാം, ഒരു ബോയ്സ് ഉണ്ടാവാം, ഗേൾസ് ഉണ്ടാവാം, മെൻ ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും. സോ വി വിൽ സെഗ്മെൻറ്റ് ദം. ഹൂ വിൽ ബി ദ മെൻ, ഹൂ ആർ ഗേൾസ് എന്ന് പറഞ്ഞ നമ്മൾ രീതിയിൽ
ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് സെഗ്മെൻറ്റേഷൻ. എന്നിട്ട് ഏത് ഗ്രൂപ്പായിരിക്കും ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. Then we will do the targeting. Targeting means the event planners need to know the target audience, who can be the long-term and promising audience and maybe prove to be a source of highest revenue to the organizers. നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഏത് ആൾക്കാരെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഏത് ആൾക്കാരിൽ നിന്നാണ് നമുക്ക് റവന്യൂ കിട്ടുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ടാർഗറ്റിംഗ് പറയുന്നത്. ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ നടത്തി, അപ്പോൾ വിമൻ എന്ന കാറ്റഗറിയിൽ നമ്മൾ തിരിച്ചെടുത്തു. അപ്പോൾ സോ ദേ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് മനസ്സിലായി. പക്ഷേ അതിനകത്ത് ഏത് ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം? മിഡിൽ ഏജ് വിമൻ ആണോ, അതോ യങ്ങർ വിമൻ ആണോ, ബിഫോർ മാരേജ് ഓർ ആഫ്റ്റർ മാരേജ്, ഏത് ആൾക്കാരായിരിക്കും അട്രാക്റ്റഡ് ആവുന്നത്? സോ ദേ വിൽ ബി ടാർഗറ്റ്. അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് മൈൻഡ് വെക്കേണ്ടതാണ് in case of identifying the participants. So one thing should be kept in mind that no segment of the customers can be ignored in the event. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കുക ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രം ഈ മറ്റേവരെ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബട്ട് ടാർഗറ്റിംഗ് ഷുഡ് ബി ഡൺ ഓൺ എ സ്പെസിഫിക് കാറ്റഗറി. സോ എവറി വൺ എക്സ്പെക്ട്സ് ദ ഫുഡ് ആൻഡ് ഫെസിലിറ്റീസ്, ബട്ട് ഫുഡ് ആൻഡ് ബിവറേജസ് മേ നോട്ട് ബി ദ ടോപ്പ് പ്രയോറിറ്റി ഫോർ എ പെർട്ടിക്കുലർ കസ്റ്റമേഴ്സ്, അല്ലേ? അപ്പോൾ ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു സെഗ്മെൻറ്റിനെയും ഒഴിച്ചുവിടാൻ പാടില്ല എന്നത്. തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്, ദ പൊസിഷനിങ്. ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ആൻ ഇവൻറ്റ് ക്രിയേറ്റ്സ് മസ്റ്റ് ബി ലോങ് ലാസ്റ്റിംഗ്. എപ്പോഴും നമുക്ക് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു മെമ്മറി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കണം നമ്മൾ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയാൽ പോലും ആ പാർട്ടിസിപ്പേഷൻ തന്നെ അവരെ ഓർക്കണം, അതുപോലെ ഇമ്മെമ്മറബിൾ ആക്കി വെക്കണം. അല്ലെങ്കിൽ ഒട്ടും അൺഫോർഗറ്റബിൾ ആയിട്ട് നമ്മൾ സൂക്ഷിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു അവസരവും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ദ കസ്റ്റമേഴ്സ്, ഐഡൻറ്റിഫൈങ് ദ പാർട്ടിസിപ്പൻസ്. തേർഡ് വൺ ഇസ് അനലൈസിങ് ദ പാർട്ടിസിപ്പൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിസിപ്പൻസ് ഈ ഡിസിഷൻ എടുക്കൂ, അവരുടെ ഡിസിഷൻ പ്രോസസ്സ് എന്തിനെ ബേസ് ചെയ്തായിരിക്കും എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. ചിലപ്പോൾ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ ഒരാൾക്ക്, ഒരു യങ് ലേഡിക്ക് താല്പര്യമുണ്ട്, പക്ഷേ പല സിറ്റുവേഷൻ കൊണ്ട് അതിനെ ബാക്കപ്പ് ചെയ്യാം. ഷി മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ എന്തെല്ലാം ആണ് അവരുടെ എഫക്റ്റ് ചെയ്യുക, ആ ഡിസിഷൻ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് നമ്മൾ തേർഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിലെന്തൊക്കെ ഫാക്ടേഴ്സ് ആകാം? ചിലപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടാവണമെന്നില്ല. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അവരുടെ ഉള്ളിൽ തന്നെ ചില രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വ്യത്യാസം, ഒരു ഡൗട്ടോ എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഡിസിഷൻ മേക്കിംഗ് പവർ, അവർ സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ തീരുമാനമുള്ളവരാണോ അതും ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് പാർട്ടിസിപ്പൻസിനെ അനലൈസ് ചെയ്യുന്നത്. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുമ്പോൾ എന്താ? ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്. അത് പല രീതിയിലുണ്ട്. ദാറ്റ് ഈസ് ഫോളോവേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നമ്മൾ ഇവൻറ്റ് പാർട്ടിസിപ്പൻസിനെ തന്നെ 5 രീതി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫോളോവേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഡിസിഷൻ മേക്കേഴ്സ്, പർച്ചേസേഴ്സ് ആൻഡ് യൂസേഴ്സ്. അപ്പം ഇതിനകത്ത് ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ലീഡർ എടുത്ത തീരുമാനത്തിനെ ഫോളോ ചെയ്യുന്നു. ഇപ്പം ബ്യൂട്ടി കോൺടെസ്റ്റ് പോകണം, അപ്പോൾ എൻ്റെ ചേച്ചി ബ്യൂട്ടി കോൺടെസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഫീൽ ദാറ്റ് സോ ഐ ക്യാൻ ഓൾസോ ഗോ. അപ്പോൾ ഒരു ലീഡർ, എന്നെക്കാളും മുന്നേ ഒരാൾ ചെയ്തു, അത് ഫോളോ ചെയ്യാൻ തീരുമാനിക്കാം. ദെൻ ഇൻഫ്ലുവൻസ്, വേറൊരാൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു ഫാമിലി മെമ്പറിന് അങ്ങനെ ഒരു മനസ്സിലുള്ളതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ്ഡായി നമ്മൾ ചെയ്യാം. ദെൻ ഡിസിഷൻ മേക്കേഴ്സ്, സ്വന്തമായി ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഹു മേക്സ് എ ഫൈനൽ പർച്ചേസസ്, വാങ്ങുന്നവർ. അല്ലെങ്കിൽ യൂസേഴ്സ്, അവർ യൂസ് മാത്രം ചെയ്യുന്നവർ. അങ്ങനെ പല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മോട്ടിവേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഓഡിയൻസ്. ഇപ്പം ഓഡിയൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ബിക്കോസ് ദ കസ്റ്റമേഴ്സ് മേ ബി കംഫർട്ടബിൾ വിത്ത് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ഇവൻറ്റ് ബട്ട് മേ നോട്ട് ഇവൻറ്റ് ഈസ് എഫക്റ്റഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. അപ്പം എല്ലാ ഫാക്ടേഴ്സും, ചില പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവർക്ക് ഫേവറബിൾ ആവണമെന്നില്ല. ചിലപ്പം ദൂരമായിരിക്കാം, ചിലപ്പോൾ ക്രൗഡി ആയിരിക്കും, വെതർ കണ്ടീഷൻസ് ആയിരിക്കും. ഇതെല്ലാം ചിലപ്പോൾ ഒരു ഓഡിയൻസിനെ ആ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇവൻറ്റിൽ പങ്കെടുക്കാനോ താല്പര്യമില്ലാതാക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിസിഷൻസ് നമ്മുടെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജേഴ്സ് എല്ലാം അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എ യങ് ഗേൾ വാണ്ട്സ് ടു അറ്റൻഡ് ദ മ്യൂസിക് കോൺസെർട്ട് വിൽ നീഡ് ഹർ പാരൻസ് പെർമിഷൻ.
and motivation to attend the event. In such case, the needs of both the participant and the family must be met. അല്ലേ, ഒരു കുട്ടിയെ ഒരു മ്യൂസിക് കൺസേർട്ടിന് വരണം, അപ്പം അവൾക്കും ആഗ്രഹം ഉണ്ടാവണം, പാരൻസിനും അത് വിടാൻ സമ്മതമായിരിക്കണം, ബിക്കോസ് ദേ വിൽ കൺസിഡർ ഹെർ സേഫ്റ്റി. അല്ലേ, എപ്പോഴും സേഫ് ആയിരിക്കുമോ, ലേഡിയാണ്, സോ ഗേൾ ആണ്, സോ സേഫ്റ്റി. അപ്പോൾ രണ്ട് പേരുടെയും നമ്മൾ ചിലപ്പോൾ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. സിമിലർലി ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ചൈൽഡ് ഈസ് ടു ബി മാനേജ് ഇൻ എ സമ്മർ ക്യാമ്പ്. ആ സമയത്ത് നമ്മൾ പാരൻസിനെ ആയിരിക്കണം മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണം, എന്ത് രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ വെനെവർ ദ customers take the decision, they must be tapped. The customers may be booked on advance for the event as and when they finalize decision to attend the event. അവരെന്തായാലും നമ്മൾ ആ ഡിസിഷൻ എടുപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ രജിസ്ട്രേഷൻ എല്ലാം കൊടുത്ത് they should be motivated. Okay, so these are the major 4 steps that will be taken to allocate the event audience. First, event promotion through various activities. Then second, identifying the participants. Then third, analyzing the participant decision making process. And the fourth one is motivating the potential audience. സോ ഇവൻറ്റ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഒരു പാർട്ട്. ഇനിയുള്ളൊരു പാർട്ടാണ് ഇവൻറ്റ് സ്പോൺസേഴ്സ്. ഇവരും ഇവൻറ്റിലെ ഒരു ഭാഗമാണ്, അല്ലേ. ഇവൻറ്റ് സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ദോസ് ഹൂ ഗീവ് ദ ഫണ്ട് ഫോർ ദേ റേസ് ദ ഫണ്ട് ഫോർ ദിസ് ഇവൻറ്റ് ആക്ടിവിറ്റി. ഇവൻറ്റ് നടക്കാൻ വേണ്ടി ഫണ്ടിങ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവൻറ്റ് സ്പോൺസേഴ്സ്. സോ ദേ ആർ ദ മോസ്റ്റ് common sources of the raising fund for an event to get it sponsored. Sponsorship is a way to get the financial or non-financial assistance from outside parties to organize the event. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്താണ്? നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടോ പുറത്തുനിന്നൊരു പാർട്ടിയുടെ ഹെൽപ്പോടെയാണ് നമ്മൾ ഇവൻറ്റ് നടത്തുന്നതെങ്കിൽ they are called the sponsors. Sometimes they will be giving financial support as money. Sometimes they will be giving some other items which are required for the event. ഇവൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പേര് പലതുമായിരിക്കും കൊടുക്കുന്നത്. They won't give any kind of money but non-monetary terms ആയിരിക്കും. So while providing assistance and support to the events, they will feel happy and they will use or they will take the advantage in events. അവരവിടെ അഡ്വർടൈസ് ചെയ്യുക, അവരവരുടെ ഗുഡ്സ് എല്ലാം അവിടെ വിൽക്കാം, എന്നിട്ടായിരിക്കും അവർ ആ ഇവൻറ്റിൻ്റെ ദിവസങ്ങളെല്ലാം അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്, അവർക്കൊരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. സോ സ്പോൺസേഴ്സ് ക്യാൻ ബി ഇൻ മെനി മോഡ്സ് ലൈക്ക് ഐ ഹാവ് ഡിസ്കസ്, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ സ്പോൺസേഴ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ സ്പോൺസേഴ്സ്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ പൈസയായിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എനി കൈൻഡ് ഓഫ് ക്യാഷ് ഓർ എനി ഓഫർ വാല്യൂ ഇൻ കൈൻഡ്, ദേ വിൽ ഗിവിങ് സം ഓഫ് ദി പ്രൊഡക്ട്സ്. ചിലപ്പോൾ സ്പോൺസറിൻ്റെ ഇഷ്ടമുള്ള പ്രൊഡക്ട്സ്, ഇപ്പം ഒരു വാട്ടർ മീൻസ് മിനറൽ വാട്ടറിൻ്റെ ഒരു കമ്പനിയാണ് ഒരു ഇവൻറ്റിൻ്റെ സ്പോൺസർഷിപ്പ് എടുക്കുന്നതെങ്കിൽ ദേ വിൽ ബി പ്രൊവൈഡിങ് ദ മിനറൽ വാട്ടർ ആയിരിക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് വിൽ ബി ദെയർ സ്പോൺസർഷിപ്പ്. വൈൽ സംടൈംസ് ദേ ക്യാൻ ഗീവ് റിക്വയർഡ് ഗുഡ്സ്. ഇപ്പം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു ഇവൻറ്റിൻ്റെ സ്പോൺസറായിട്ട് നിൽക്കുന്നതെങ്കിൽ ദേ കാൻ ഗീവ് എനി കൈൻഡ് ഓഫ് കോച്ചിങ് ടു ദ സ്റ്റുഡൻസ് ഓർ ദ പാർട്ടിസിപ്പൻസ്. സോ ദേ വിൽ ഗീവ് എ നോട്ട് പാഡ് ആൻഡ് എ പെൻ ഡ്യൂറിങ് ദ ഇവൻറ്റ്. അതിന് അവരുടെ കോളേജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ കോച്ചിങ് സെൻറ്ററിൻ്റെ പേരുണ്ടാവും. സോ ഇറ്റ് വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്വർടൈസ്. സോ സംടൈംസ് ദേ വിൽ ഗീവ് ദെയർ ഓൺ പ്രൊഡക്ട്സ്, സംടൈംസ് ദേ വിൽ ഗീവ് ദ റിക്വയർഡ് പ്രൊഡക്ട്സ് ഫോർ ദ ഇവൻറ്റ്. ഇവൻറ്റിന് വേണ്ട പ്രൊഡക്റ്റ് ആയിരിക്കാം, ലൈക്ക് എ പെന്നോ നോട്ട് പാഡ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. അതർവൈസ് ദേ വിൽ ഗീവ് ദെയർ ഓൺ പ്രൊഡക്ട്സ്, സ്പോൺസേഴ്സിൻ്റെ തന്നെ പ്രൊഡക്റ്റ്. ഇങ്ങനെയാണ് ഈവൻറ്റ് സ്പോൺസേഴ്സ് ഉള്ളത്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ടേംസ്. ഇനി എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ സ്പോൺസേഴ്സ്. ഇവർ എന്തൊക്കെയായിരിക്കും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഇവൻറ്റുമായിട്ട്? ഇവൻറ്റിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്നതിന് പല പല ഉദ്ദേശങ്ങളുണ്ടാവും. വാട്ട് വിൽ ബി ദാറ്റ്? ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്ട്സ്. ചില സമയത്ത് നമ്മളൊരു മാനേജ്മെൻറ്റ് ഫെസ്റ്റൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു കാറിൻ്റെ എല്ലാം ഒരു കുഞ്ഞ് ഔട്ട്ലെറ്റ് പോലെ ഉണ്ടാക്കി വയ്ക്കും. സോ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർ ഇവൻറ്റിനെ യൂസ് ചെയ്യാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കുറച്ചുകൂടെ സുഖമായിരിക്കാം അങ്ങനെയുള്ളൊരു ഏരിയയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആവാം. ഓർ മേക്കിംഗ് ഫെമിലിയർ വിത്ത് ഓർഗനൈസേഷനുമായിട്ടൊന്ന് ചേർന്ന് അവരുടെ ഉള്ള പ്രൊഡക്റ്റ് തന്നെ ആ ഓർഗനൈസേഷനിലൂടെ വിൽക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം. സോ ദേ മേ ഡിസ്പ്ലേ ദെയർ ബാനേഴ്സ് അറ്റ് ദ കൺവീനിയൻറ്റ് പ്ലേസസ്, മേ ഷോ ദ ഓർഗനൈസേഷൻ ലോഗോ ഇൻ വേരിയസ് ആഡ്-ഇൻസ് ഓൺ ഈവൻറ്റ്സ് ലൈക്ക് ദ ടീഷർട്ട്സ്, ക്യാപ്സ്, പെർഫോമേഴ്സ്, ഡ്രസ്സസ് എക്സെട്ര. എന്ന് വെച്ചാൽ അവരെ ഫെമിലിയർ ആക്കാൻ വേണ്ടി ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ കോളേജിലൊരു പ്രോഗ്രാമാണ് അവർ സ്പോൺസർ ചെയ്യണമെങ്കിൽ ദേ വിൽ ആഡ് ദ കോളേജ് ലോഗോ ഇൻ ദെയർ ടീഷർട്ട്സ്. അവരുടെ ടീഷർട്ടിൽ ലോഗോ ഇടുന്നു, അല്ലെങ്കിൽ അവരുടെ ക്യാപ്പിലിടുന്നു, അല്ലെങ്കിൽ ദ പെർഫോമേഴ്സ് ഡ്രസ്സസിൽ അവർ നമ്മുടെ ലോഗോ ഇടുന്നു. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സംടൈംസ് ദേ വിൽ ബി ഡൂയിങ് ദ സ്പോൺസർഷിപ്പ് ടു എൻഹാൻസ് ദ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അവരുടെ പ്രൊഡക്റ്റ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തി അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക ഈവൻറ്റ് ഡേയ്സ്, അതാവാം അവരുടെ ഒരു ഉദ്ദേശം.
അതർവൈസ് ടു ക്രിയേറ്റ് എ ഗുഡ് റെപ്യൂട്ടേഷൻ, ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ, ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാവാം. അതർവൈസ് ഫോർ ദ റിട്ടേൺ. That is, some sponsors get attached with the event for making their name or logo familiar among the general public and they expect a return on investment made in the event. അവർ ഇവൻറ്റിന് പൈസ കൊടുത്തതിനനുസരിച്ചുള്ളൊരു റിട്ടേൺ, ആ ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ പേര് അത്രയും വന്ന പാർട്ടിസിപ്പൻസിന് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാവാം. അങ്ങനെ റിട്ടേൺ കിട്ടുക എന്നതും ആകാം ഇവരുടെ ഉദ്ദേശങ്ങൾ. സോ ദീസ് ആർ ദ മേജർ എക്സ്പെക്ടേഷൻസ് ഓഫ് എ സ്പോൺസർ. സംടൈംസ് ദേ വിൽ ബി doing this to introduce a new product, sometimes for making familiar with the organization, sometimes to increase the sales, sometimes for creating a goodwill, or sometimes to get a return on the investment in terms of some kind of അവരുടെ പേരോ അല്ലെങ്കിൽ ലോഗോയോ കുറച്ചുകൂടെ ഫെമിലിയറൈസ് ചെയ്യുക ജനറൽ പബ്ലിക്കിലേക്ക്. ദീസ് ഓൾ ക്യാൻ ബി ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എ സ്പോൺസേഴ്സ്. അതേപോലെ ഇങ്ങനെ സ്പോൺസർഷിപ്പിന് എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ദേ വിൽ കൺസിഡർ മെനി തിങ് ഇൻ സ്പോൺസർഷിപ്പ്. So before approaching a potential sponsor, the event organizers must keep the following consideration in mind. ഇപ്പോൾ ഞാനൊരു ഇവൻ്റ് നടത്തുകയാണെങ്കിൽ ഞാൻ സ്പോൺസേഴ്സിനെ തപ്പി പോകുമ്പോൾ എനിക്ക് സ്പോൺസേഴ്സിനെ വേണം. ബിക്കോസ് ഇഫ് ഐ ഹാവ് നോ ഇനഫ് മണി ടു റൺ ദ ഇവൻറ്റ്, ഐ വിൽ ഡെഫിനറ്റ്ലി സെർച്ച് ഫോർ സം സ്പോൺസേഴ്സ്. പക്ഷേ സ്പോൺസേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നതാണ്. വാട്ട് ആർ ദ മേജർ കൺസിഡറേഷൻ ടു ബി ടേക്കൺ ബൈ ദ ഇവൻറ്റ് മാനേജേഴ്സ് ഓർ ഇവൻറ്റ് ഓർഗനൈസേഴ്സ് ബിഫോർ സെലക്ടിങ് എ സ്പോൺസർ, എ പൊട്ടൻഷ്യൽ സ്പോൺസർ. ഫസ്റ്റ് വൺ ഇസ് അസസ്മെൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. ഇപ്പം ഞാനൊരു സ്പോൺസറിനെ എടുക്കുക, ആ സ്പോൺസർ ആക്കിയത് കൊണ്ട് എനിക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടും, വിൽ ഐ ഗെറ്റ് എനി കൈൻഡ് ഓഫ് ബെനിഫിറ്റ്, അതോ അഡീഷണൽ ബേർഡൻ ആയിരിക്കും എന്നത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ സ്പോൺസേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ഹാവിങ് ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻ ഓൺ ദം, ഇവരെങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു. അതിന് പകരം അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. സോ വി വോണ്ട് ടു ഐഡൻറ്റിഫൈ വാട്ട് വിൽ ബി, ഇഫ് ദർ വിൽ ബി എനി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫോർ ഹാവിങ് ദാറ്റ് പേഴ്സൺ. സെക്കൻഡ്, ലെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. എത്ര നാളത്തേക്കാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതും നമ്മൾ ചിന്തിക്കണം. That is, arranging the sponsors for short term may be costly affair, as the sponsors may have only their own expectation from the event organizers. നമ്മളൊരു ചെറിയ റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മളെ അവർ യൂട്ടിലൈസ് ചെയ്യായിരിക്കും, അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ മാത്രമായിരിക്കും നമ്മളെ സ്പോൺസേഴ്സ് നോക്കുന്നത്. സോ ലെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ദെൻ എക്സ്പോഷർ ഫോർ ദ സ്പോൺസർ, ദാറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സ്പോൺസേഴ്സ് വിൽ ഗെറ്റ് എക്സ്പോഷർ ഇസ് ഓൾസോ ക്രൂഷ്യൽ. ഇപ്പം നമ്മളൊരു ഇത് നടത്തുക, എന്തെങ്കിലും ഒരു ഗിവൺ ഇവൻ്റ് നടത്തുക. അപ്പോൾ ഇവൻറ്റിൻ്റെ ടൈറ്റിലിൽ തന്നെ നമ്മൾ സ്പോൺസറിൻ്റെ പേര് വലിയ രീതിയിൽ കൊടുത്തേക്കാണ്. അവാർഡ്സ് കൊടുക്കുന്ന സ്പോൺസർ, ഫയലും ക്യാപ്പും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്പോൺസർ, അവരുടെ ബാനർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് എത്രത്തോളം എക്സ്പോഷർ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരിൽ നിന്ന് in return വാങ്ങണം. Either in case of financial or non-financial, we want to buy as per the exposure they receive in our event. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഇപ്പോൾ എത്രത്തോളം സ്പോൺസേഴ്സ് വേണം. ഇപ്പം നമുക്കറിയാം ഒരു ഇവൻ്റ് നടത്താൻ വേണ്ടി ചില സമയത്ത് നമുക്ക് വലിയ ഫണ്ട് വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ സ്പോൺസറിനെ ആവശ്യമുള്ളൂ. എന്നാൽ ഒരു വലിയ ഇൻ്റർനാഷണൽ ഇവൻ്റാണ് നടത്താൻ പോകുന്നത്. ഇൻ ദാറ്റ് കേസ് വി കാൺ അഫോർഡ് the total price with single sponsor. So in that case we may require more sponsors. അപ്പോൾ സ്പോൺസേഴ്സിൻ്റെ എണ്ണം ഇവൻറ്റിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട വേറൊരു ഫാക്ടറാണ്. ആൻഡ് ഓൾസോ ദ സ്പോൺസേഴ്സ് കോമ്പറ്റബിലിറ്റി, ദാറ്റ് ഈസ് ഇഫ് ദേ ക്യാൻ ഗീവ് എനി ഓഫ് ദ പ്രൊഡക്റ്റ് ആസ് പെർ അവർ റിക്വയർമെൻറ്റ്, അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണോ, അതേപോലെ ആ ഇവൻറ്റിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. കോമ്പാക്റ്റബിൾ ആണോ, നമ്മുടെ ഇവൻറ്റുമായിട്ട് അവർ ചേർന്ന് പോകുന്നവരായിരിക്കുമോ എന്നതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, സ്പോൺസറിനും അതുപോലെ നമ്മുടെ ഇവൻറ്റ് ഓർഗനൈസേഴ്സിനും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. ഇഫ് ഓൺലി വൺ ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ്, ഇറ്റ് ഇസ് നോട്ട് എ സ്പോൺസർഷിപ്പ്. അതിന് നമുക്ക് സ്പോൺസർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ലൈക്ക് എ ബർഡൻ. So always we should consider some of the factors of some considerations should be taken during a sponsorship, during selecting a potential sponsor for an event. So that are assessment of potential benefit, the length of relationship, the exposure for the sponsor, the number of sponsors, and also the sponsors compatibility. Okay. അതുപോലെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാരാണ് കോൺട്രാക്ടേഴ്സ്, എൻ്റർടൈനേഴ്സ് ആൻഡ് അതർ സപ്ലയേഴ്സ്. പിന്നെ വരുന്നതാണ് കോൺട്രാക്ടർ അല്ലെങ്കിൽ എൻ്റർടൈനേഴ്സ് അല്ലെങ്കിൽ അതർ സപ്ലൈസ്. ഇവരും നമ്മൾക്ക് ഇവൻറ്റിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇവൻറ്റിൽ ഇൻക്ലൂഡഡ് ആവുന്ന ആൾക്കാരാണ്, വിച്ച് ഹു ഗെറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്റ്റഡ് ത്രൂ ആ ഇവൻറ്റ്.
സോ ഫസ്റ്റ് വൺ ഇസ് സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന ആൾക്കാരെല്ലാം. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഫോർ മേക്കിംഗ് എ ഇവൻ സക്സസ്ഫുൾ വി റിക്വയർഡ് എ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ സപ്ലൈഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് സപ്ലയേഴ്സ്. സോ for them we should also consider some factors like the term and condition of the purchase. നമ്മൾ എങ്ങനെയാണ് ഒരു പർച്ചേസും ഓർഡറൊക്കെ എടുക്കാൻ പോണേ? ഫണ്ട് നേരത്തെ കൊടുത്തിട്ടാണോ, ക്രെഡിറ്റ് ബേസിലാണോ? അങ്ങനെയുള്ള കൺസിഡറേഷൻ എടുക്കണം. ദെൻ they should be informed about the event and the purpose of the same. നമ്മൾ ഇവൻ്റ് എന്തിനാണ് നടത്തുന്നത്, അതിൻ്റെ പർപ്പസ് എന്താ, ഇതെല്ലാം നമ്മൾ ആ സപ്ലയേഴ്സിനെ അറിയിച്ചിരിക്കണം. ദെൻ ഇൻ കേസ് ഓഫ് എ മെഗാ ഇവൻറ്റ് വേരിയസ് materials and things are to be arranged in bulk. So the order should be given in time and the supplier should get enough time to supply this. അപ്പം നമ്മളൊരു വലിയ ഇവൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ വേണം, എന്നാൽ കറക്റ്റ് ടൈമിൽ എത്താൻ വേണം. അപ്പോൾ സപ്ലൈസിന് അതിനനുസരിച്ച് നമ്മൾ അറിയിച്ചിരിക്കണം, എന്നത്തേക്ക് എപ്പോഴത്തേക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം എന്നത് അറിയിച്ചിരിക്കണം. ദെൻ ആസ് ഫാർ ആസ് പോസിബിൾ the event team should make a cordial relation with all the suppliers who are providing all kinds of goods and services. നമുക്ക് എല്ലാ പ്രൊഡക്ട്സും സർവീസും തരുന്ന ആൾക്കാരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. നമ്മൾ കൊടുക്കുന്ന സപ്ലയേഴ്സ് കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഓഡിയൻസ് അതിന് അട്രാക്റ്റഡ് ആകും. ദേ വിൽ ബി ഹാപ്പി. സോ ടു മേക്ക് അവർ ഓഡിയൻസ് ഹാപ്പി വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊഡക്ട്സ് സോൾഡ് ഓർ ഗിവൺ ഡ്യൂറിങ് ദ ഇവൻറ്റ് ആർ ഗുഡ് ക്വാളിറ്റി ഉള്ളതാണെന്ന് നോക്കണം. Then the aspect of good relation with suppliers is also very important in case of larger and mega events. വലിയ ബൾക്ക് ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഗുഡ്സ് തന്നെ വാങ്ങാൻ നോക്കുക. നമ്മൾ ലോ ക്വാളിറ്റി ഗുഡ്സിലേക്ക് മാറാതെ ശ്രമിക്കുക. Then event organizer should establish contract with minimum number of suppliers, optimum number of suppliers. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. എന്ന് വെച്ചാൽ ഒറ്റൊരു സപ്ലയറിൽ നിന്ന് മുഴുവൻ കാര്യങ്ങൾ വാങ്ങാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കരുത്. എന്നാലും കുറച്ച് കൂടുതൽ ആൾക്കാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, പക്ഷേ കുറേ ആൾക്കാരും ആകാൻ പാടില്ല. അപ്പോൾ സപ്ലൈസ് ഉണ്ടായിരിക്കണം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി വെരി ലോ ഓർ വെരി ഹൈ. ഇറ്റ് ഷുഡ് ബി ഇൻ എ മീഡിയം റേഞ്ച്. സോ ദീസ് ആർ ദ കൺസിഡറേഷൻ ടു ബി ടേക്കൺ ഇൻ കേസ് ഓഫ് ദ സപ്ലയേഴ്സ്. അതേപോലെയുള്ളവരാണ് വെന്യൂ പ്രൊവൈഡേഴ്സ്. നമുക്ക് നമ്മുടെ ഇവൻ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ ഒരു ഏരിയയോ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ദേ ആർ കോൾഡ് ദ വെന്യൂ പ്രൊവൈഡേഴ്സ്. The events may be organized in standard venues specially constructed for conducting events. ചില നമുക്ക് അറിയാം, കോൺഫറൻസ് ഹാളുകൾ ഉണ്ടാവും, മാരേജ് ഹാൾസ് ഉണ്ടാവും, സെമിനാർ റൂംസ്, സെമിനാർ ഹാൾസ്, ഫങ്ഷൻ ഹാൾസ്, അങ്ങനെയുള്ള പല ഇവൻറ്റുകളുണ്ട്. പല ബിൽഡിങ്സോ അല്ലെങ്കിൽ ഏരിയാസോ ഉണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ പല രീതിയിലുള്ള ഇവൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇവൻറ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കൺസിഡറേഷൻ എടുക്കണം? ലൈക്ക് ദ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഇവൻറ്റ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പ്ലാൻസ്, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫെസിലിറ്റി. അവരുടെ ഫെസിലിറ്റീസ് എല്ലാം പ്രോപ്പർ ആണോ? ഇപ്പം AC ഹാളാണെങ്കിൽ AC ഒക്കെ പ്രോപ്പർലി വർക്കിംഗ് ആണോ? അവർ നേരത്തെ ഒരു ഇവൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ സെലക്ഷൻ ഓഫ് ദ വെന്യൂ ഡിപ്പെൻഡ് അപ്പോൺ ദ പർച്ചേസ് ഓഫ് ദ ഇവൻറ്റ് ആൻഡ് ദ ബഡ്ജറ്റ് ഓഫ് ദ ഇവൻറ്റ്. നമുക്ക് ബഡ്ജറ്റ് എത്രത്തോളം ഉണ്ട് ഇവൻറ്റിന്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വെന്യൂ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ദ വെന്യൂ പ്രൊവൈഡേഴ്സ് ജനറലി ഓഫ് ദ വെന്യൂ ഓൺ ഹയർ ഫോർ വിച്ച് റെൻറ്റ് ഹാസ് ടു ബി പെയ്ഡ്. നമ്മൾ ഹയറിലായിരിക്കും വാങ്ങുന്നത്, അല്ലേ? ഒരു ദിവസത്തേക്കുള്ള ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു 1 വീക്കോ മാക്സിമം 1 മന്തിലേക്കൊക്കെ ആയിരിക്കും ഒരു ഇവൻറ്റ് നടത്തുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ദ ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് വിൽ ബി പ്രൊവൈഡിങ് ഇറ്റ് ഇൻ കേസ് ഓഫ് വിത്ത് എ റിട്ടേൺ ഓഫ് റെൻറ്റ് കൊടുത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. സോ that rent to be paid at the correct time itself. Then in some events organizers save money by organizing even in tents, canopies or temporary accommodation, but organizing these events may be risky. ചിലവർ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും ടെൻറ്റുകളിലോ അല്ലെങ്കിൽ കനോപ്പീസ് പോലെ ബിൽഡ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്യാം. പക്ഷെ അതെപ്പോഴും റിസ്ക്കി ആയിരിക്കും. സോ ഓൾവേസ് കൺസിഡർ എ ബെറ്റർ വെന്യൂ പ്ലേസ് ഫോർ കണ്ടക്ടിങ് എ ഇവൻറ്റ്. സോ ദിസ് ആർ ദ 2 types. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ദ ഇവൻറ്റ് ഡെക്കേഴ്സ്. ഇവൻറ്റ് ഡെക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ്, കർട്ടൻസ്, ഫ്ലവേഴ്സ്, ഫാബ്രിക്സ്, ദെൻ പ്രോബ്സ്, ഡ്രേപ്സ് ആൻഡ് ടേബിൾ സെറ്റിംഗ്, ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇവൻറ്റ് ഡെക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവൻറ്റിനെ കംപ്ലീറ്റ്ലി ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ അവരിലും കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ആർ ദ കൺസിഡറേഷൻസ് ഇൻ ഡെക്കറേഷൻസ് ലൈക്ക് if or whenever the decoration items are used, the decor must keep in mind the nature and purpose of the event. Event എന്താണോ അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻ ആയിരിക്കണം. ഇപ്പോൾ ഒരു സ്പോർട്സ് ഇവൻ്റാണ് നടത്തുന്നത്. സോ എവറിവെയർ വി വോണ്ട് ടു സീ സംതിങ് റിലേറ്റഡ് ടു സ്പോർട്സ്. അല്ലാതെ ഒരു വെഡിങ് പോലെ അറേഞ്ച് ചെയ്യാൻ പാടില്ല, അല്ലേ? അപ്പം ഏത് ഇവൻ്റ് ആണെന്നുള്ളത് അവരെ നമ്മൾ അറിയിച്ചു കൊടുക്കുക. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ അറേഞ്ച് ഇറ്റ്. Second, the decorative items may be owned by the event managers who are specialized in managing the events or may be rented. ഇനി ഡെക്കറേറ്റീവ് ഐറ്റംസ് വാങ്ങാൻ
നിൽക്കുന്നതിലും നമുക്ക് കൂടുതൽ നല്ലത് റെൻറ്റിലെടുക്കാനായിരിക്കും. ബിക്കോസ് ഇറ്റ് ആർ വെരി കോസ്റ്റ്ലി. ഈ ഡെക്കറേഷൻ ഐറ്റംസ് എപ്പോഴും കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം ബെറ്റർ ഇറ്റ് ഇസ് ടു ടേക്ക് ഇറ്റ് ആസ് റെൻറ്റ്. ദെൻ ഡെക്കറേഷൻ മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ടു ദ ഇവൻ തീം ആൻഡ് കൺസെപ്റ്റ്. നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ചായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ തീം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഇഫ് ഷീ ലൈക്സ് യൂണിക്കോൺ, സോ യൂണിക്കോൺ ആയിരിക്കണം തീം. സോ അതിനനുസരിച്ചായിരിക്കും ഡെക്കറേഷൻസ് വരുന്നത്. യൂണിക്കോണിൻ്റെ കേക്ക്, യൂണിക്കോണിൻ്റെ ഡിസൈൻസ്, യൂണിക്കോണിൻ്റെ കളർ ഒക്കെ ആയിരിക്കണം തീം സെറ്റിംഗ്. സോ ഡെക്കറേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദാറ്റ്. ബലൂൺസ് എല്ലാം വയ്ക്കുമ്പോൾ യൂണിക്കോൺ ഡിസൈൻസിലായിരിക്കണം. Then the decorations at the entrance need to be eye-catching and must be able to convey what the event is about. Event എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അവിടെ കാണിച്ചു കൊടുക്കണം. That is, in larger event, floor arrangement are generally done by the expert florists who are experienced in decorating mega events. മെഗാ ഇവൻറ്റ്സ് നടത്തേണ്ട ആൾക്കാർ, നടത്തിക്കൊണ്ടിരിക്കുന്നവർ അതിനനുസരിച്ചായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവൻറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഡെക്കേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ദ ഡെക്കറേഷൻ ഐറ്റംസ്, പ്രോപ്സ് ആൻഡ് ഫ്ലവേഴ്സ് മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഓഡിയൻസ്. അവിടെ ഇപ്പോൾ പെർഫോമൻസ് നടക്കുന്നൊരു ഇവൻ്റ് ആണെന്ന് വെച്ചു, അപ്പോൾ അതിലൊരിക്കലും ഡിസ്റ്റർബൻസ് ആയിട്ട് ഫ്ലവേഴ്സോ ഡെക്കറേഷൻസ് ഒന്നും വരാതെ നമ്മൾ സൂക്ഷിക്കണം. ആൻഡ് ദ ഫോർത്ത് കാറ്റഗറി ഈസ് എൻ്റർടൈനേഴ്സ്. എൻ്റർടൈനേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കുറച്ച് വാല്യൂവബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ ആയിരിക്കും നമ്മൾ എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ഓൾവേസ് ഗിവൺ എ സെക്കൻഡറി കൺസിഡറേഷൻ. ലൈക്ക് നമ്മുടെ കൺസെപ്റ്റും പേർപ്പസിനും അനുസരിച്ചായിരിക്കണം അതിനുള്ള എൻ്റർടൈനേഴ്സിനെ വെക്കുന്നത്. ഒരു കല്യാണ ഫംഗ്ഷനിൽ എന്ത് രീതിയിലുള്ള എൻ്റർടൈനേഴ്സാണ്, ഒരു ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എന്ത് രീതിയിലുള്ള എൻ്റർടൈനേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ ഒരു DJ പാർട്ടി അറേഞ്ച് ചെയ്യും, സോ DJ പാർട്ടി വിൽ ബി മെയിൻലി ഫോർ എ ബാച്ചിലർ പാർട്ടി, അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോളേജ് ഡേ. അപ്പം ഏത് ടൈപ്പ് ഓഫ് ഇവൻ്റ് ആണോ അതിനനുസരിച്ചുള്ള എൻ്റർടൈനേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ആൻഡ് ദ സ്റ്റേജസ് ആൻഡ് ദ ഗ്യാപ്സ് ആഫ്റ്റർ വിച്ച് ദ അറേഞ്ച്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് ഇസ് റിക്വയർഡ് മസ്റ്റ് ബി വെൽ പ്ലാൻഡ്. ഇപ്പോൾ DJക്ക് വേണ്ടി എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണം ആ ഇവൻറ്റിന് ശേഷം അതെല്ലാം നേരത്തെ പ്ലാൻഡ് ആയിരിക്കണം. ദെൻ ദ മോഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ആൻഡ് ദ കൈൻഡ്സ് ഓഫ് ഓർ ദ നീഡ്സ് ഓഫ് ദ ഓഡിയൻസ്. ഇപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും കൊടുക്കണേ. ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തു, അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയുടെ ലെൻറ്റിൽ നമ്മൾ എൻ്റർടൈനേഴ്സായിട്ട് കൊടുക്കുന്ന എന്തായിരിക്കണം, ഒരു ചിൽഡ്രൻ പാർട്ടി, അല്ലെങ്കിൽ ഒരു ക്ലോൺ ക്രിയേറ്റിംഗ് ദ ബലൂൺ ആർട്ട്, ഒരു മാജിക് ഷോ, ഇതുപോലെയുള്ളതായിരിക്കണം. അതിന് പകരം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസിൽ കൊടുക്കാൻ പാടില്ല. Then the decision regarding the timings when the entertainment should be provided is equally important. ഏത് സമയത്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡ്യൂറിങ് ദ എൻ്റർടൈനേഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ ഇവൻറ്റ് കാറ്ററേഴ്സ്. ദ മോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ് അതിനകത്ത് വരുന്ന ഒരു ഇവൻറ്റിൻ്റെ കാറ്ററേഴ്സ്. ദോസ് ഹു പ്രൊവൈഡ് ദ ഫുഡ്. കാറ്ററിംഗ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള, അല്ലെ, പാർട്ടിസിപ്പൻസിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഫുഡ്. ഓൺലി ഫുഡ് ക്യാൻ മേക്ക് എ പേഴ്സൺ ഹാപ്പി എന്നാ പറയുന്നത്. എത്ര പൈസ കൊടുത്താലും നമ്മളുടെ ഡിസയർ കഴിയത്തില്ല, ബട്ട് ഫുഡ് ഇസ് ലിമിറ്റഡ്. അത് കഴിച്ച് നമുക്ക് we will be happy. So that is also a very important factor to be taken in case of an event. The event manager should make sure that there is no delay in serving the food. അല്ലേ, ഒരു ഇവൻറ്റ് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം. ഇഫ് ദർ ഇസ് ഡിലേ, ഹോൾ ഇവൻറ്റ് വിൽ ബി എഫക്റ്റഡ്. സോ അതേപോലെ ക്വാളിറ്റി എങ്ങനെയാണ്, ക്വാണ്ടിറ്റി എങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും കോസ്റ്റിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് ഫുഡ്. വി ക്യാൻ ടോളറേറ്റ് എനിത്തിങ് എക്സെപ്റ്റ് ഫുഡ്. ഫുഡിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. സോ പ്രോപ്പർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെജിനാണെങ്കിൽ അതുപോലെ നോൺ വെജിനാണെങ്കിൽ അറേഞ്ച് ചെയ്യുക, സെപ്പറേറ്റ് ആയിരിക്കണം എന്ന കുറേ കാര്യങ്ങൾ. അതുപോലെ ക്യൂസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യൂ പ്രോപ്പർ ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ദ ക്വാളിറ്റി can't be compromised at any cost. Food items are to be served to be selected according to the type of participant. Non-vegetarian എന്തൊക്കെ കൊടുക്കണം, വെജുകാർക്ക് എന്തൊക്കെ കൊടുക്കണം, അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതെല്ലാം നമ്മൾ തീരുമാനിക്കണം. Then the price of food items, if paid by the party, should be kept reasonable. അപ്പോൾ പാർട്ടിസിപ്പൻസ് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അപ്പം റീസണബിൾ പ്രൈസസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. Then the participant should not find any difficulty in finding the best food items and beverages such as water, tea, coffee. ചിലപ്പോൾ ടീ കോഫിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മെഗാ ഇവൻ്റ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കും, വെള്ളം വേണ്ടി വരും, അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കണം. ദെൻ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് മസ്റ്റ് ബി അറേഞ്ച് അറ്റ് പ്രോപ്രിയേറ്റ് പ്രൈസസ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്, ഇപ്പം എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ഓർ എനി സീ ഫുഡ് ഐറ്റംസ്, അതെല്ലാം ഒരു റീസണബിൾ പ്രൈസ് ആയിരിക്കണം. ദെൻ ദ പാക്ക് ഫുഡ് ഷുഡ് ബി അറേഞ്ച് അറ്റ് ദ ഔട്ട് സ്റ്റേഷൻ പാർട്ടിസിപ്പൻസ്. ഔട്ട് സ്റ്റേഷൻ പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പാക്ഡ് ഫുഡ്സ് വരെ അറേഞ്ച് ചെയ്യണം. സോ ബിഫോർ ദാറ്റ് വി ഷുഡ് മേക്ക് ദ ബുക്കിംഗ് അറ്റ് ആൻ ഏർലിയർ സ്റ്റേജ്. കാറ്ററേഴ്സിനെ ഇവൻറ്റ് നടത്താൻ തീരുമാനിച്ച എല്ലാത്തിനും ശേഷം അല്ല നമ്മൾ കാറ്ററിങ് കൊടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദിസ് കാറ്ററിങ്.
ആൻഡ് സം ഓഫ് ദ ഫുഡ് ഐറ്റംസ് മേ ബി ഇമ്പോർട്ടൻറ്റ് വിച്ച് മേ ഫർദർ ഇൻക്രീസ് ദ കോസ്റ്റ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെയുള്ള ലാസ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ഇതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. സോ ടെക്നീഷ്യൻസ് ആരാ? ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇലക്ട്രീഷ്യൻസ് ഓർ ഇനി പ്ലംബിംഗ് റിലേറ്റഡ് വർക്ക്സ് ഇതെല്ലാം ചെയ്യുന്നവരെ ടെക്നീഷ്യൻസ് എന്ന് പറയും. അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ ചാപ്റ്റർ നമ്പർ 5 ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ നമ്പർ 5 ഈവൻ ഡെസിഷൻ മേക്കേഴ്സ് ആൻഡ് ദ ടെക്നിക്കൽ സ്റ്റാഫ്. അപ്പോൾ അതിനകത്ത് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് ഇൻക്ലൂഡ് ആവുന്നവരാരെല്ലാം, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരിക? നമ്മുടെ സ്റ്റേജ് മാനേജ് ചെയ്യുന്നവർ, ലൈറ്റിംഗ് ഓപ്പറേറ്റേഴ്സ്, ഓഡിയോ വീഡിയോ കമ്പനീസ്, ഡെക്കറേറ്റേഴ്സ് ആൻഡ് ഫ്ലോറേഴ്സ്, കാറ്ററിംഗ് കമ്പനീസ്, ഓഫീസ് മാനേജർ, ക്ലയൻറ്റ് സർവീസ്, കസ്റ്റമർ കെയർ, പ്രോപ്സ് മാനേജർ, അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ, മാസ്റ്റർ കാർപ്പൻ്റർ, എൻ്റർടൈനേഴ്സ്, ഇവരെല്ലാം വരും. അപ്പോൾ ഇവരെ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 5th ചാപ്റ്ററിൽ ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ദീസ് ആർ അബൌട്ട് ദ ചാപ്റ്റർ നമ്പർ 13, ദാറ്റ് ഈസ് ദ പീപ്പിൾ ഓൺ ദ ഈവൻറ്റ്, ദ ഓഡിയൻസ്, പാർട്ടിസിപ്പൻസ്, സപ്ലയേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ്. എങ്ങനെയാണ് ഓഡിയൻസിനെയും പാർട്ടിസിപ്പൻസിനെയും സപ്ലയേഴ്സിനെയും സ്പോൺസേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നു, ഓഡിയൻസിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നതും, അതേപോലെ എന്തൊക്കെ കൺസിഡറേഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് റീഡ് ദിസ് ചാപ്റ്റർ, ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾ വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. ഐ ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.